കാരുണ്യവാനായ കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം 14 വാക്യം. യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു. അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. ദൈവത്തിന്റെ അധികം നമ്മൾ പരിചയപ്പെടാത്ത ഒരു പേര് തീക്ഷ്ണൻ. സർവശക്തൻ, സർവവ്യാപി, സ്നേഹസ്വരൂപൻ, നല്ല ഇടയൻ, നല്ല പിതാവ്, നടത്തിപ്പുകാരൻ, വീണ്ടെടുപ്പുകാരൻ, ഇങ്ങനെയുള്ള ഒത്തിരി പേരുകൾ ദൈവത്തിൻ്റെതായിട്ട് നമുക്കറിയാം. പക്ഷേ ഈ ഒരു പേര് അധികം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ ദൈവം തീക്ഷ്ണൻ എന്നറിയപ്പെടുന്നു. അതായത് ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. പല കാര്യത്തിലും ദൈവത്തിന് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിരൂപണങ്ങളും ചിന്തകളും ക്രമീകരണങ്ങളുമുണ്ട്. അതിൽ നിന്ന് ദൈവം താഴേക്കിറങ്ങി വരുവാനല്ല നമ്മൾ ആവശ്യപ്പെടേണ്ടത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തപ്പെടുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. തീക്ഷ്ണതയുള്ള ദൈവം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നല്ലവനാണ്, സ്നേഹവാനാണ്, ആർദ്രതയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, ചേർത്തുകൊള്ളുന്നവനാണ്. ഈ ദൈവത്തിന്റെ അനുഗ്രഹീതമായിട്ടുള്ള എല്ലാ പ്രകടനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായി എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തീക്ഷ്ണതയുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തപ്പെടുവാനുള്ള അക്ഷീണമായൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. ദൈവീക വ്യവസ്ഥകളിലേക്ക് ചെന്ന് ചേരുവാനുള്ള ദൈവീക വ്യവസ്ഥകളെ നമ്മുടേതാക്കി മാറ്റുവാനുള്ള അത്യുത്സാഹം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. നമ്മുടേതായ ചിന്താഗതികൾ മാറ്റണം. നമ്മുടെ കണക്കുകൂട്ടലുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും പരിത്യജിച്ചിട്ട് ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് ഓടുവാനുള്ള ഗതിവേഗം നമ്മുടെ കാലുകൾക്കുണ്ടാകണം. ദൈവത്തിന്റെ കൽപ്പനയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ദൈവം എന്തു പറയുന്നുവോ അതനുസരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാനുള്ള സമർപ്പണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇത്രയും ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ കഴിയും. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് മഹത്വവും മാനവും കൊടുക്കുക, ദൈവത്തിൻ്റെത് മാത്രമായിട്ടുള്ള ഒന്നും നമ്മുടേതാക്കുവാൻ നമ്മൾ പരിശ്രമിക്കരുത്. മഹത്വം, മാനം, പുകഴ്ച, യശസ് എല്ലാം എല്ലാം ദൈവത്തിനുള്ളതാണ്. ആ ദൈവത്തിനുള്ള എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുവാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കാലുകൾ കൽപ്പനയുടെ വഴിയിലൂടെ സഞ്ചരിക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ദൈവം ആരാണെന്നുള്ള വലിയ ചിന്ത നമ്മുടെ അകത്ത് വേണം. ദൈവത്തെ നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ പരിമിതികളിലേക്ക് ദൈവത്തെ ഒതുക്കരുത്. നമ്മുടെ ചിന്താഗതികളുടെ അകത്ത്
ഉൾക്കൊണ്ടു നിൽക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കണക്കാക്കരുത്. സർവശക്തൻ, സർവവ്യാപി, നിത്യനും നിരാമയനുമായവൻ, ഇങ്ങനെ ദൈവത്തിന്റെ ഏറെ ഗുണലക്ഷണങ്ങൾ നമുക്കറിയാം. ആ ഗുണലക്ഷണങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ കാണുവാനും കാരുണ്യവാനായ ദൈവത്തിന്റെ കരുണാകടാശത്താൽ മാത്രം മുൻപോട്ട് പോകുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാനും ദൈവത്തിൽ നിന്ന് ആശ്വാസങ്ങളും നന്മകളും ഏറ്റുവാങ്ങുവാനുള്ള ഒരു വിധേയത്വവും തീരുമാനവും നമ്മിൽ നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടതിനും നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.